ഞാൻ കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ നീരാവിൽ പ്രദേശത്താണ് ജനിച്ചത്. നീരാവിൽ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, കേരളത്തിൽ ഇത്രയധികം ഗ്രന്ഥശാലകളും കലാസമിതികളും സദാ പ്രവർത്തനനിരതമായ ഒരു ഗ്രാമം മറ്റൊന്നില്ല എന്ന് വേണം പറയാൻ. ഒരിക്കൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് സാറിനോട് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു ഗ്രാമത്തെക്കുറിച്ച് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കേരളക്കരയിലെ എല്ലാ കുഗ്രാമങ്ങളിലും പോയി ഞാൻ ഈ ഗ്രാമമഹത്വം വിളിച്ച് ഓതുമായിരുന്നു. ഒട്ടേറെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകൾ, അതുപോലെ തന്നെ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ജന്മം കൊടുത്ത ഒരു കൊച്ചു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്താണ്, അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള ഈ ഗ്രാമപ്രദേശത്താണ് തിരുനെല്ലൂർ കരുണാകരൻ എന്ന കവി ജനിച്ചതും വളർന്നതും. അദ്ദേഹത്തിൻ്റെ കാവ്യ തല്ലജങ്ങൾ അനുവാചകരുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ റാണി എന്ന ഖണ്ഡകാവ്യം തന്നെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തെ തൊണ്ടു തല്ലുന്നതിൻ്റെ താളമേളവും റാട്ടുകളുടെ സംഗീതവും എല്ലാം മുഖരിതമാക്കിയ ഒരനുഭവമാണ്. അവിടെ നിന്ന് ഉത്ഭുതമായ ഒരു ചെറിയ പ്രേമകഥയാണ്. അതുപോലെ ഒട്ടനവധി വിശ്വപ്രസിദ്ധനായ പാരീസ് സുഷാൻ്റെ ജന്മസ്ഥലമാണ് തൃക്കടവൂർ. നാടകൃത്ത് കടവൂർ ജി ചന്ദ്രമ്മയുടെ ജന്മസ്ഥലമാണ് തൃക്കടവൂർ. അതുപോലെ തന്നെ പ്രസിദ്ധമാണ് നമ്മുടെ വൈജ്ഞാനിക രംഗത്തും സാക്ഷര രംഗത്തും ഒരു ആദ്യപതി എന്ന ഡോക്ടർ കെ ശിവാസംപിള്ള സാറിൻ്റെ ജന്മസ്ഥലമാണ് തൃക്കടവൂർ. ഇത്തരത്തിലുള്ള പ്രഗത്ഭർക്ക് ജന്മം നൽകിയ ഈ പ്രദേശത്തിൻ്റെ ഗ്രന്ഥശാല പ്രവർത്തന ചരിത്രത്തിൽ നിന്നാണ് എൻ്റെയും പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥശാലയാണ് നീരാവിൽ നവോദയം ഗ്രന്ഥശാല ഇന്ന്. ആ ഗ്രന്ഥശാലയിൽ ഒരു 8ാം ക്ലാസ് മുതൽ അതിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് മാറാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ നിന്നാണ് വളരെ ചെറിയ തോതിലെങ്കിലും ഒരു പത്രപ്രവർത്തന രംഗത്തേക്കും സർക്കാർ ഔദ്യോഗിക രംഗത്തേക്കും മറ്റ് പൊതുപ്രവർത്തന രംഗത്തേക്കുമൊക്കെ എനിക്ക് വരാൻ ഉള്ള സൗഭാഗ്യം ലഭിച്ചത്. ആ ഗ്രന്ഥശാല ഒരു കാലത്ത് ഏറ്റവും തീവാറുന്ന പുരോഗമന ആശയക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് സഖാവ് ജെ ചിത്രജൻ, മുൻ ജെ ചിത്രജൻ. അദ്ദേഹത്തിൻ്റെ വസതി ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്താണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് പുരോഗമന ആശയങ്ങളുടെ പതാകവാഹകരായി ഒത്തുചേർന്നത് ഈ ഗ്രന്ഥശാലയിലാണ്. അങ്ങനെ ആ ഗ്രന്ഥശാലയ്ക്ക് നമ്മുടെ നാട്ടിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ഒരു മുഖ്യ പങ്കുണ്ട്. അത്തരത്തിലുള്ള കൃതികൾ ഏറെ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥശാലയാണത്. അവിടെ നിന്നും പുസ്തകങ്ങളും പത്രങ്ങളുമൊക്കെ വായിച്ചതിൽ നിന്നാണ് എൻ്റെ മനസ്സിൽ സത്യത്തിൽ പത്രപ്രവർത്തനത്തോടുള്ള ഒരു ആഭിമുഖ്യം വളർന്നു വന്നത്. അത് പിന്നെ അഞ്ചാലമ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ നല്ല അധ്യാപകർ അതിനെ പോഷിപ്പിക്കുകയും അവിടെ നിന്ന് ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജിൽ വന്നത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കൊല്ലം ശ്രീനാരായണ കോളേജ് എന്ന് പറയുന്നത് വെറുമൊരു കലാലയം മാത്രമല്ല, ഓരോ കാലഘട്ടത്തിൻ്റെയും പുരോഗമന സ്പന്ദനങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന ഒരു ബൗദ്ധിക തലം കൊല്ലം ശ്രീനാരായണ കോളേജിലുണ്ട്. അധ്യാപകരാണെങ്കിൽ സ്വാതന്ത്ര്യത്തെ കൂടുതൽ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ പാഠ്യഭാഗങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അവരുടെ മനസ്സിലേക്ക് കടത്തിവിടുകയും അങ്ങനെ നല്ല പൗരന്മാരായി പുരോഗമനിച്ചുക്കളായ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച സ്ഥാപനമാണ് കൊല്ലം ശ്രീനാരായണ കോളേജ്. ആ കോളേജിലെ അധ്യാപകർ എന്നെ സംബന്ധിച്ചോളം പിതൃതുല്യരായ സ്നേഹസമ്പന്നരായ ബൗദ്ധിക തേജസ്സുകൾ തന്നെയാണ് ഇന്നും അന്നും ഇന്നും. അതിലെടുത്തു പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ 2-3 ഞാൻ പറയാം. ഒന്ന്, എന്നെ സംബന്ധിച്ചോളം ഈ കലാകാരന്മാരുടെയും കലാപ്രവർത്തനങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും വഴികളിലേക്ക് കടത്തിവിട്ടതിൽ പ്രധാനി മലയാളാധ്യാപകനായ പ്രൊഫസർ കല്ലടരാമൻ സാറാണ്. സാറിൻ്റെ ആയിട്ടുള്ള ബന്ധത്തിലാണ്
ഞാൻ മലയാളത്തിലെ ഒരു ഏകാന്ത ദീപ്തമായ വ്യക്തിത്വം സൂക്ഷിച്ചിരുന്ന നവവിമർശനത്തിൻ്റെ വിത്തും വളവും എന്നും വളരെ നിർലോഭം നൽകിക്കൊണ്ടിരുന്ന മികച്ച അധ്യാപകനായ ശ്രീ കെ പി അപ്പൻ സാറുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. ആ ബന്ധം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഒരു വലിയ തണൽമരമായി അദ്ദേഹം നിന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ ബന്ധത്തിലൂടെ പല പ്രമുഖ എഴുത്തുകാരുടെയും സാമീപ്യം അനുഭവിക്കാനും അവരുമായി വളരെ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലേക്ക് എന്നെ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഹൈസ്കൂൾ കാലം തൊട്ടേ ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഏറ്റവും സമുന്നത നേതാവായി ഞങ്ങൾ വളരെ പ്രസംഗത്തിലായിരുന്നാലും കലാപ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു വഴികാട്ടിയായി ഞങ്ങൾ കണ്ടിരുന്നത് പ്രാക്കളത്തുകാരനാണെങ്കിലും കർമ്മരംഗം അഞ്ചാലമൂട് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ഇന്നത്തെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് M. A. ബേബിയാണ്. അദ്ദേഹം SN കോളേജിൽ ഞങ്ങൾ ഒരു 2 വർഷം ഞങ്ങൾക്ക് മുമ്പേ പഠിച്ചിരുന്ന വിദ്യാർത്ഥി നേതാവാണ്. കൊല്ലം SN കോളേജിൽ വരാൻ തന്നെ കാരണം, മറ്റൊരു കോളേജിലും പഠിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം, SN കോളേജിൽ നിന്ന് KP അപ്പൻ സാർ നീരാവിൽ SNDPO സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ വന്ന് ഒരു ചെറിയ പ്രസംഗം നടത്തി. ആ പ്രസംഗം യാദൃച്ഛികം കേൾക്കാൻ എനിക്കിടയായി. അദ്ദേഹം അന്ന് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ നാട്ടെഴുത്താശൻ എന്നുള്ള കഥയാണ് പറഞ്ഞത്. ആ കഥ പറഞ്ഞ് പ്രസംഗമല്ലത്, ആ പ്രസംഗം നമ്മുടെ മനസ്സിനെ അദ്ദേഹത്തിലേക്ക് കൊരുത്തുകൊണ്ടു പോകുന്ന വിധത്തിൽ ആ നാട്ടെഴുത്താശൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ ദുസ്ഥിതിയിലേക്ക് അദ്ദേഹം 2 വാചകങ്ങൾ കൊണ്ട് നമ്മുടെ ശ്രദ്ധയാകർഷിക്കുകയാണ് ചെയ്തത്. അതിമനോഹരമായ ആ പ്രസംഗം നടത്തിയ KP അപ്പൻ സാർ പഠിപ്പിക്കുന്ന കോളേജ് എന്നുള്ളതുകൊണ്ട് അന്നേ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു, കോളേജ് വിദ്യാഭ്യാസം സാധ്യമാകുന്നെങ്കിൽ നിശ്ചയമായും അത് SN കോളേജിൽ തന്നെ ആയിരിക്കണമെന്ന്. SN കോളേജിൽ ഡോക്ടർ M. ശ്രീനിവാസനുണ്ട്, ഡോക്ടർ ശ്രീ G. സോമനാഥൻ സാറുണ്ട്. അങ്ങനെ ഒട്ടനവധി പേർ, എല്ലാവരും ഓരോ തരത്തിൽ പ്രഗത്ഭരായ അധ്യാപകരാണ്. അങ്ങനെ ഒരു പാരമ്പര്യം SN കോളേജിനുണ്ട്. കോളേജിൻ്റെ മാനേജരായിരുന്ന R. ശങ്കർ പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നത് ഓരോ വകുപ്പിലും അന്നത്തെ അതിപ്രശസ്തരായ അധ്യാപകരെ തേടിപ്പിടിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് വകുപ്പ് മേധാവാക്കിയ ഒരു മഹാപാരമ്പര്യം SN കോളേജിനുണ്ട്. സമരരംഗത്തും പഠനരംഗത്തും അജീയമായ ഒരു സ്ഥാനമാണ് SN കോളേജ്. ഇടത്തേക്കാരുടെ കുട്ടികളാണ് കൂടുതലും അവിടെ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൻപുറത്ത് നിന്ന് നഗരത്തിലെ ആ മഹാകലാലയത്തിൽ പഠിക്കാനെത്തുന്നവരിലെല്ലാം അവിടെ പഠിച്ചിരുന്ന മുൻ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്ന ഓരോരോ ആവേശകരമായ അനുഭവം, അതും അവരുടെ അനുഭവങ്ങളുമായി സമ്മേളിക്കുമ്പോൾ SN കോളേജിന് ഇന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അതിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അറിയാതെ നമ്മുടെ മനസ്സ് നമ്മളനുഭവിച്ചൊരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും വലിയ അനുഭവത്തിൻ്റെയും ഒരു തിരശ്ശീല പെട്ടെന്നിളവി നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ SN കോളേജിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അപ്പോൾ സമകാലീനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ SN കോളേജിൽ പഠിച്ചിരുന്ന ഒട്ടനവധി പേർ പിൽക്കാലത്ത് പത്രപ്രവർത്തന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയരായി മാറിയിട്ടുള്ളത് മറ്റൊരു വസ്തുത. ഒരു 3 ശിവറാം അവാർഡ് ജേതാക്കളെ മലയാളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് ഇന്നും പത്രപ്രവർത്തകർ ഏറ്റവും അഭികാമ്യമായ, ഏറ്റവും ആഭിജാത്യമുള്ള ഒരു മികച്ച പത്രപ്രവർത്തനം ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായി കണക്കാക്കുന്ന ശിവറാം അവാർഡ് നേടിയ 3 പത്രപ്രവർത്തകർ SN കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. പേര് പറഞ്ഞാൽ, ഒന്ന് ശ്രീ R.S. ബാബു, മീഡിയ അക്കാദമി ചെയർമാനായ ശ്രീ R.S. ബാബു SN കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. 2 മയ്യനാട്ടുകാർ, ഒന്ന് ശ്രീ B.C. ജോജോ, മറ്റൊന്ന് എൻ്റെ ആത്മമിത്രം ശ്രീ K. രാജൻ ബാബു. ഇവരെല്ലാം കൊല്ലം SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സമരത്തിലും പഠനത്തിലും ഒരുമിച്ച് മുന്നേറിയ ഓരോ തലമുറയുടെ ഇങ്ങേയറ്റത്തുള്ള പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം. SN കോളേജ് ഒരു മഹാപാഠശാലയാണ്. കുഗ്രാമത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും പുതിയ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുകയും പുതിയ അനുഭവങ്ങൾ സമ്പാദിക്കുകയും ആ അനുഭവങ്ങൾ ജീവിതത്തിൽ വെച്ച്, അപ്പൻ സാർ പറയുന്നൊരു കഥയുണ്ട്,
ഒരിക്കലൊരു ക്രൈസ്തവ പുരോഹിതൻ സാറിനോട് ആ കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി ചെന്നു. അപ്പോൾ സാറിൻ്റെ നിസ്സഹായത പറഞ്ഞിട്ട് കൗതുകത്തിന് ആ പുരോഹിതനോടൊരു ചോദ്യം ചോദിച്ച്, അല്ല എന്താണ് ഈ കുട്ടിയെ ഇവിടെ തന്നെ പഠിപ്പിക്കണം എന്ന് ഫാദർ വാശി പിടിക്കുന്നത്? അപ്പോൾ അദ്ദേഹം വളരെ തന്മയത്തോടുകൂടി സാറിനോട് പറഞ്ഞ്, ഇവിടെ ഒരു 3 വർഷം അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയും പോയി ജീവിച്ചുകൊള്ളൂ. അങ്ങനൊരു വലിയ ജീവിത പാഠവും ജീവിത കരുത്തും നൽകിയ ഒരു സ്ഥാപനം എന്ന് സാറ് ലളിതമായി കഥ ഉദാഹരിച്ചിട്ട്, ഈ സംഭവ കഥ ഉദാഹരിച്ചിട്ട് പറയാറുണ്ട്. അത് വാസ്തവമാണ്. അതിൻ്റെ പിന്തുടർച്ചയും അതിൻ്റെ പിൻഗാമികളുമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. അവിടെ നിന്ന് മനസ്സിൽ ചെക്കേറിയ പത്രപ്രവർത്തനവും പത്രവായനയിലൂടെ വന്ന ഒരു അഭിനിവേശമാണ്. ആ പത്രവായനയിലൂടെ വന്ന അഭിനിവേശത്തെ വളരെ ദൃഢവൽക്കരിക്കാൻ സഹായകരമായ അന്തരീക്ഷമാണ് കൊല്ലം ഞങ്ങൾക്ക് നൽകിയത്. കൊല്ലം എന്ന് പറഞ്ഞാൽ മികച്ച പത്രാധിപന്മാരുടെയും പത്രപ്രവർത്തകരുടെയും ഒരു വിളനിലമായിരുന്നു. ഇത്രയധികം പത്രങ്ങൾ ഒരു കാലത്ത് വളരെ പ്രശസ്തമായി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു നഗരം മറ്റൊന്നില്ല. മലയാള രാജ്യം, ജനയുഗം, കേരളകൗമുദി. കൊല്ലത്തു നിന്നാണ് ആരംഭിച്ചെങ്കിലും തിരുവനന്തപുരത്തേക്ക് മാറ്റിയെങ്കിലും കേരളകൗമുദിയുടെ വലിയ സ്വാധീനം കൊല്ലത്തുണ്ട്. അതുപോലെ തന്നെ നവഭാരതം, അതുപോലെ തന്നെ കേരളം, അതുപോലെ തന്നെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ സ്ഥാപിച്ച പ്രഭാതം, ഇത്തരത്തിലുള്ള വളരെ പ്രശസ്തമായ പത്രങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഈ പത്രങ്ങളിലൂടെ എല്ലാം പ്രവർത്തിച്ചിരുന്നത് പിൽക്കാലത്ത് മലയാള പത്രപ്രവർത്തന രംഗത്ത് തലയെടുപ്പോടെ ശോഭിച്ച ആളുകളുടെ ഒരു പരിശീലന കളരിയായിരുന്നു ഈ പത്രങ്ങളെല്ലാം. ഓംചേരി മലയാള രാജ്യത്തിലായിരുന്നു, കാമ്പിശ്ശേരിയും വൈക്കം ചന്ദ്രശേഖരൻ നായരും ജനകീയത്തിലായിരുന്നു, നവഭാരതത്തിലായിരുന്നു മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വിമർശകനും എഴുത്തുകാരനുമായ PK ബാലകൃഷ്ണൻ, നാടകകൃത്ത് CN ശ്രീകണ്ഠൻ നായർ, മലയാളത്തിലെ ആദ്യമായി ഒരു പത്രാധിപ കസേരയിലിരുന്ന് മരിച്ചുപോയ ബാപ്പുറാവു എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ പത്രപ്രവർത്തകൻ അന്ന് BRP ഭാസ്കറുടെ അച്ഛൻ AK ഭാസ്കർ സ്ഥാപിച്ച നവഭാരതത്തിലായിരുന്നു. കേരളകൗമുദി പത്രാധിപ സമിതിയിലെ ഏറ്റവും പ്രഗത്ഭനായ അവിടുത്തെ മുഖപ്രസംഗം എഴുത്തുകാരൻ, ദീർഘവർഷങ്ങളെ മുഖപ്രസംഗം എഴുത്തുകാരൻ PSC മെമ്പറൊക്കെ ആയിരുന്ന N രാമചന്ദ്രൻ സാറിൻ്റെ പരിശീലന കളരി നവഭാരതമായിരുന്നു. അതുപോലെ തന്നെ പ്രസിദ്ധമാണ് CN ശ്രീകണ്ഠൻ നായർ. CN ശ്രീകണ്ഠൻ നായരുടെ പത്രപ്രവർത്തന കളരിയും നവഭാരതമായിരുന്നു. ഇങ്ങോട്ട് വന്നാൽ ജനയുഗം. ജനയുഗത്തിൽ മലയാള പത്രപ്രവർത്തന രംഗത്ത് ഇന്നും ഒരുപാട് നല്ല മാതൃകകൾ പിന്തുടരാൻ കാണിച്ചു കൊടുത്ത പ്രതിഭാശാലിയായ പത്രാധ്യക്ഷി കാമ്പശ്ശേരി കരുണാകരൻ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, കേരള ശബ്ദത്തിലാണെങ്കിൽ KS ചന്ദ്രൻ, KVS ഇളയത്, VP നായർ, മുൻ MPയും വളരെ സദസ്യധരൻ TK വേലുപ്പിള്ളയുടെ മകനായ VP നായർ സ്ഥാപിച്ചതാണ് കേരള ശബ്ദം. ഈ പത്രങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകമായ സ്ഥാനം നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് ഇന്നും മങ്ങാതെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പലതും നിഷ്ക്രമിച്ചെങ്കിലും ചിലതെല്ലാം ജീവനോടെ വീണ്ടും വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതിലൊരു പത്രമാണ് പ്രഭാതം പത്രം. പ്രഭാതം പത്രം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ധനാഢ്യനായ വ്യവസായ പ്രമുഖനായ തങ്ങൾ ന്യൂസിലെ സ്ഥാപിച്ചതാണ്. ഈ പത്രത്തിനുള്ളൊരു സവിശേഷത, അന്ന് രാജ്യം ഭരിക്കുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. സർ CP രാമസ്വാമി അയ്യരുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ള തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ പക്ഷേ ഈ പത്രത്തിലൂടെ ഒരിക്കലും സർ CPയുടെ നിലപാടുകൾ ന്യായീകരിക്കാൻ തുനിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് 2 വർഷം മുമ്പ് ആരംഭിച്ച ഈ പത്രം പ്രധാനമായും മതമൈത്രിയും മതസൗഹൃദവും ദേശീയ ഐക്യവും പുലർത്താനാണ് അന്നും അവസാനം വരെയും ശ്രമിച്ചിട്ടുള്ളത്. ആ പത്രത്തിലുള്ള പ്രമുഖ പത്രപ്രവർത്തകരായിരുന്നു പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിയും ഒക്കെ ആയിരുന്ന TA മജീദ്, അതുപോലെ തന്നെ പ്രശസ്തനായിരുന്നു പങ്കേഷൻ നായർ, അതുപോലെ തന്നെ പ്രശസ്തനായിരുന്നു കടവൂർ CK ഗോവിന്ദപിള്ള, KG ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞ പ്രഗത്ഭനായ പത്രാധിപരുടെ പത്രാധിപത്യത്തിലാണ് പത്രം പ്രസിദ്ധീകരിച്ചത്. 15 വർഷം സർക്കാർ പരസ്യം സ്വീകരിക്കാതിരുന്ന പത്രമാണ്
പ്രഭാതം. സർ CP-യുടെ പ്രതിമ തല്ലിയുടച്ച വാർത്ത കൊടുത്ത രണ്ട് പത്രങ്ങളാണ്. ഒന്ന് CP-യുടെ ആത്മമിത്രമായിരുന്ന തങ്ങൾ ന്യൂസുകളുടെ പത്രാധിപത്യത്തിലുള്ള പ്രഭാതവും അന്നത്തെ യുവ കേരളവും. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പല ആളുകളുടെയും പ്രവർത്തന കളരി ഈ പത്രങ്ങളും കൊല്ലവുമായിരുന്നു. പേര് പറഞ്ഞാൽ ഒരു നിര പേര് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ വളരെ പ്രശസ്തരായ ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പത്രപ്രവർത്തന രംഗത്ത് അല്പകാലമേ ഉണ്ടായിരുന്നെങ്കിലും ആ കാലത്തേക്ക് കടന്നു വരാൻ വളരെ പ്രേരണയും പ്രോത്സാഹനവും ലഭിച്ചത്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ദേശാഭിമാനിയുടെ കൊല്ലം ലേഖകനായിരുന്ന പരേതനായ ശ്രീ KNB കുറുപ്പ്, ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വാർത്തകൾ എഴുതിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹം അത് തിരുത്തി പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ വായിക്കുക എന്ന് പറയുന്ന ഒരു കൗതുകം ഞങ്ങളെ ഇതിന് വളരെ ആവേശഭരിതരായി ഇതിന് പ്രേരണ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് എന്നെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അന്ന് തൊട്ടേ ഈ പത്രക്കുറിപ്പുകളും പത്രങ്ങളും എഴുതി കൊണ്ടുകൊടുത്ത് അത് അടിപോലെ അടിച്ചു വരിക എന്ന് കാണുന്നത് ഒരു കൗതുകമുള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതെന്ന് പറയുന്നത് ജനയുഗത്തിലാണ്. ജനയുഗത്തിനൊന്ന് ബാലയുഗമുണ്ട്. ബാലയുഗത്തിലും ജനയുഗം വാരാധിപതി ശ്രീ തെങ്ങമം, ശ്രീ കാമ്പശ്ശേരി, ശ്രീ വിതുര ബേബി ഇവരൊക്കെ അന്ന് ജനയുഗത്തിലെ പ്രധാനപ്പെട്ട സ്റ്റാർ പത്രപ്രവർത്തകരാണ്. അവിടെയെല്ലാം പ്രോത്സാഹനം, ആര്യാട് ഗോപി സാറ് അവിടെയെല്ലാം പ്രോത്സാഹനമുണ്ട്. പിന്നീട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ശ്രീ PK തങ്കിമാണ്. കേരളയുടെ ദീർഘനാൾ കേരളയുടെ കൊല്ലം ബ്യൂറോ ചീഫായിരുന്ന ശ്രീ PK തമ്പി. അദ്ദേഹത്തിൻ്റെയൊക്കെ ഞങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന വാർത്തകളൊക്കെ എഴുതി കൊടുക്കും. അദ്ദേഹം നോക്കിയിട്ട് ഇത് പത്രത്തിൽ കൊടുക്കും. ഇതതുപോലെ വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന. പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തെ ഏറ്റവും വലിയ ചരിത്രം പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിലെല്ലാം കേരളത്തിലെ ഒരു പത്രത്തിൻ്റെ ചരിത്രം എടുത്താൽ അതുപോലൊരു കുടുംബം കേരളത്തിൽ വേറൊന്നില്ല. ഞാൻ പറയുന്നത് കേരളനിയുടെ സ്ഥാപകനായ CV കുഞ്ഞിരാമൻ, CV കുഞ്ഞിരാമൻ്റെ മകൻ K സുകുമാരൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ചരിത്രകാരനും വലിയ പണ്ഡിതനുമായിരുന്ന K ദാമോദരൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അളിയനായിരുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള C കേശവൻ, അദ്ദേഹത്തിൻ്റെ മകൻ പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും അധികായകൻ, അന്നും ഇന്നും പുതുമയുള്ള പത്രപ്രവർത്തനത്തിൻ്റെ പാതകൾ തെളിച്ച K ബാലകൃഷ്ണൻ. ഇങ്ങനൊരു കുടുംബം മറ്റൊന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ പശ്ചിമയുള്ള മണ്ണിലാണ് ഞങ്ങൾ പാത ഉറപ്പിക്കുകയും എളിയ നിലയിൽ അതിലൂടെ നടന്നു വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ കേരളമതിയിൽ കുറച്ച് നാൾ പത്രപ്രവർത്തകനായി ജോലി ചെയ്യാൻ കഴിയുകയും അവിടെ നിന്ന് സർക്കാർ ജീവനത്തിലേക്ക് കടക്കുകയും ആ സർക്കാർ ജീവനത്തിൻ്റെ ഭാഗമായി തന്നെ പത്രപ്രവർത്തനത്തിൻ്റെ ത്വര മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് സർക്കാർ പത്രപ്രവർത്തകനായിട്ട് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഉദ്യോഗം ലഭിക്കുകയും അത് സാർത്ഥകമായി നിർവഹിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ എളിയ വിശ്വാസം. കേരളമതിയിൽ വന്നത്, കേരളമതിയിൽ മണ്ഡോത്തരത്തിൽ നിന്നുള്ള കേരളമതിയിൽ ഒരു പ്രധാനപ്പെട്ട ലേഖനമാണ് P സുജാതൻ. ഞങ്ങൾ വളരെ സൗഹൃദമായിരുന്നു. അപ്പോൾ സുജാതൻ പത്രപ്രവർത്തകനായിട്ട് കേരളമതിയിൽ പ്രവേശിച്ചപ്പോൾ എനിക്കും പത്രപ്രവർത്തകനാണോ എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ജോലി കിട്ടുന്നെങ്കിൽ അത് പത്രപ്രവർത്തകനായിരിക്കണമെന്ന് വലിയ ആഗ്രഹവും കൗതുകവും ഉണ്ടായിരുന്നു. അങ്ങനെ കേരളമതിയിൽ യാതൊരു പരപ്രേരണയും കൂടാതെ കേരളമതിയിലേക്ക് അപേക്ഷ അയച്ചു. എൻ്റെ അമ്മ സാറാണ് ഇൻ്റർവ്യൂ നടത്തിയത്. ഞങ്ങളോടൊപ്പം ശിരായം ബാബു, പവനൻ, മരിച്ചുപോയി പരേതനായ ആറ്റിങ്ങൽ വിജയൻ, മഞ്ജു വെള്ളയാണി ഇവരെല്ലാം ഞങ്ങളോടൊപ്പം കേരളത്തിൽ ജോലി ചെയ്തതാണ്. വളരെ നല്ല അനുഭവമായിരുന്നു. അന്നും ഇന്നും നല്ല ഓർമ്മകളാണ് കേരളമതിയായിട്ടുള്ളത്. ആ കേരളമതിയിൽ നിന്നാണ് പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ ഞങ്ങൾ പഠിച്ചതും ആ ബാലപാഠങ്ങൾ പിൽക്കാല ജീവിതത്തിന് വഴിവിളക്കായി തീർന്നത്. പബ്ലിക് റിലേഷൻസ് വന്നപ്പോഴും അവിടെ നിന്ന് പഠിച്ച ചില മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വളരെ, ഒന്ന് എന്തിനും വസ്തുനിഷ്ഠത പരിശോധിക്കണം, വസ്തുനിഷ്ഠമായത് മാത്രമേ പത്രത്തിൽ വാർത്തകളായി വരാവൂ എന്നുള്ള ഒരിതുണ്ട്. പബ്ലിക് റിലേഷൻസിനെ കുറിച്ച് ധാരണയുണ്ട്. ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയും പൊലിപ്പിച്ച് പറയുകയും ചെയ്യുന്നത് തെറ്റാണത്. പബ്ലിസിറ്റിയും പ്രൊപ്പഗാൻഡയും രണ്ടും രണ്ടാണ്. പ്രൊപ്പഗാൻഡയാണ് വസ്തുതയല്ലാത്ത കാര്യത്തെ പ്രചരിപ്പിച്ച്
ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പബ്ലിക് റിലേഷൻസ് എപ്പോഴും നന്മയുടെ ഭാഗത്താണ്, വസ്തുതയുടെ ഭാഗത്താണ്. അതിന് ആധാരമായ ആധികാരികമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും പത്രക്കുറിപ്പുകൾ വരുന്നത്. ആ പത്രക്കുറിപ്പുകൾ വസ്തുനിഷ്ഠമായി ആണ്. ഇല്ലാത്തതും കൊല്ലാത്തതും പ്രചരിപ്പിക്കുന്ന ഒരു ജോലിയേ പബ്ലിക് റിലേഷൻസിൽ ഇല്ല. അത് വെറും പ്രൊപ്പഗാൻഡയാണ്. പ്രൊപ്പഗാൻഡ പബ്ലിക് റിലേഷൻസിൻ്റെ ഭാഗമല്ല. അവിടെ പബ്ലിസിറ്റി ഉണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ജനങ്ങളെ സ്പർശിക്കാത്ത ഒരു കാര്യവും പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്നില്ല. നിങ്ങൾ ഉദാഹരണത്തിന് ജില്ലാ ഓഫീസിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ആലോചിക്കും, കളക്ടറാണ് ജില്ലാ ഭരണമേധാവി. അദ്ദേഹം വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ എന്ന് പറയുന്നത് 98% ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അവിടെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം സൂക്ഷ്മമായി യഥാവിധിയായിട്ട് പത്രക്കുറിപ്പിലൂടെ ജനങ്ങളെ അറിയിക്കുക. അത് സൂക്ഷ്മമാണെങ്കിൽ പത്രങ്ങൾ ഇരുകൈയും നീട്ടി അതിനെ സ്വീകരിക്കുകയും അതിന് പരമാവധി പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യും. അത് നേർത്ത് വന്നു പോകുന്നു എന്നുള്ളൊരു ദുരവസ്ഥ ഇന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പബ്ലിക് റിലേഷൻസ് പ്രവർത്തിച്ച അക്കാലവും വളരെ ചാരിതാർത്ഥ്യജനകമാണ്, വളരെ സംതൃപ്തമാണ്. കാരണം നല്ല ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജില്ലാ ഭരണ മേധാവികളായിരുന്നു 80%. അവരുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലും അതുപോലെ തന്നെ ഒരു മത്സരബുദ്ധിയ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരും അന്നുണ്ടായിരുന്നു. പൊതുപ്രവർത്തകരെല്ലാവരെയും നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. വളരെ ആത്മാർത്ഥതയും കാർക്കശ്യതയോടുകൂടി പൊതുപ്രവർത്തനം നന്മയെ ലക്ഷ്യമാക്കി നടത്തുന്നവരാണ് 80% പൊതുപ്രവർത്തകർ. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക, അവരുടെ ഒരു വസ്തുനിഷ്ഠ വികസന പ്രവർത്തനങ്ങളുടെ വക്താവായിട്ട് പ്രവർത്തിക്കുകയാണ് പബ്ലിക് റിലേഷൻസിൽ ഒരു ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ളതിൽ ചെയ്യാനുള്ള കാര്യം. ഒട്ടനവധി അനുഭവമുണ്ട്. കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് സുനാമി ദുരന്തം. അതുപോലെ തന്നെ 2 മദ്യ ദുരന്തങ്ങൾ, കല്ലുവാതിക്കലും കൂപ്പണയും, ബസപകടങ്ങൾ, ഇതിലെല്ലാം, അതുപോലെ തന്നെ വെടിവെപ്പുകൾ, ലാത്തി ചാർജുകൾ, ഇതിലെല്ലാം ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വളരെ വ്യക്തവും വസ്തുനിഷ്ഠമായ വിശകലനങ്ങൾ പത്രക്കുറിപ്പ് വഴി നൽകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ റിസർച്ച് ആൻഡ് റെഫറൻസിലാണ്. റിസർച്ച് ആൻഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് മെയിൽ സമ്പ്രദായങ്ങളൊന്നുമില്ല. ഏത് വിവരവും ആദ്യം അറിയാൻ വയ്യാത്ത ആദ്യം അന്വേഷിക്കുന്നത് റിസർച്ച് ആൻഡ് റെഫറൻസിലാണ്. അതിനനുരൂപമായി ആ ഓഫീസിനെ സജ്ജീകരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് റിസർച്ച് ആൻഡ് റെഫറൻസ് ഇൻഫർമേഷൻ ഓഫീസർ ജോലി. ഭാഗ്യത്തിന് അതിലൊന്നും പിഴവ് സംഭവിച്ചിട്ടില്ല. അതെല്ലാം ചിട്ടപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലെല്ലാം യഥാവിധി അതിന് മറുപടികൾ നൽകാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ റെഫറൻസ്, കാരണം ഈ വകുപ്പിൻ്റെ മേധാവിയായിട്ടിരുന്നുള്ള ചില മുൻഗാമികളുണ്ട്. അവർക്ക് പുസ്തകങ്ങളോട് അദമ്യമായ സ്നേഹമുള്ളവരും പുസ്തകത്തെ പ്രണയിക്കുന്ന ഒരു എഴുത്തുകാരുമായിരുന്നു അവർ. അതുകൊണ്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പുസ്തക ശേഖരം ഏറ്റവും മികവുറ്റതായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടാകും. ഉദാഹരണത്തിന് എൻ മോഹനൻ സാറ്, ശരിക്കും തോട്ടൻ രാജശേഖരൻ സാറ്. തോട്ടൻ രാജശേഖരൻ സാറിൻ്റെ കാലത്താണ് ഇൻഫർമേഷൻ സെൻ്ററിലെ പുസ്തക ശേഖരം ഏറ്റവും മൂല്യവത്തായും എണ്ണസംഖ്യയിലും എല്ലാം കൂടി വന്നത്. അത്തരത്തിൽ ആർജവമുള്ള മേധാവികൾ പ്രവർത്തിച്ചിരുന്ന ഒരു വകുപ്പാണ്. ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് 2 ജില്ലകളിലെ ചുമതല വഹിച്ച് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. അതെല്ലാം സുഖകരമായ അനുഭവങ്ങളാണ്. ജോലിക്ക് പിഴവ് വന്നതിൻ്റെ പേരിൽ ഒരു വാക്കുകൊണ്ട് ശാസനം കേൾക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല. ആവുന്നിടത്തോളം സത്യസന്ധമായി ഗവൺമെൻറ്റിൻ്റെ ശരിയായ നയങ്ങൾ പിന്തുടർന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് മേധാവിയാണോ ഇത് നടപ്പിലാക്കാൻ നിയുക്തനായിരിക്കുന്ന അവരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻസിലെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അനുഭവം. പബ്ലിക് റിലേഷൻസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ കർട്ടനാണ്. ഒരിക്കലും മുമ്പിൽ നിന്ന് ബോഗ വിളിക്കുന്ന ഒരാളല്ല. അങ്ങനെ ആകാനും പാടില്ല. അയാൾക്കൊരു ജോലിയുണ്ട്. ഏത് ചെറിയ മീറ്റിങ്ങിലും ജനങ്ങൾ അറിയേണ്ട ഒരു വലിയ വാർത്തയുണ്ട് എന്നുള്ള വിചാരത്തിൽ വേണം പോകാൻ. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്.
ഒട്ടനവധി പേരുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൻ സാറിൻ്റെ ഗുരുവായിരുന്നു പ്രൊഫസർ MK സാനു. അദ്ദേഹം കൊല്ലത്ത് ഒരു കർമ്മരംഗം തിരഞ്ഞെടുത്തു. അദ്ദേഹം മഹാരാജാസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കൊല്ലം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ വന്നു. അപ്പൻ സാറുമായിട്ടുള്ള ബന്ധത്തിൽ മാഷുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢതരമായിരുന്നു. മാഷ് പിന്നീട് ഇവിടെ ഒരു പ്രശസ്ത വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചു. അതെല്ലാം നല്ല ആദരപൂർണമായ ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. ഇതിനിടയിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടുമായി പരിചയപ്പെടാനും ആ ബന്ധം വളരെ വലിയ ഒരു ദൃഢസൗഹൃദവും വളരെ ആരാധനാപൂർവമുള്ള ഒരു ബന്ധമായി അവസാനിക്കുകയും ചെയ്തു. അപ്പൻ സാറും അഴീക്കോട് സാറും സാഹിത്യ വിചാരങ്ങളിൽ അഭിരുചിയുടെ കാര്യത്തിൽ രണ്ട് തലത്തിൽ നിൽക്കുന്നവരാണ്. രണ്ട് തലത്തിൽ നിൽക്കുകയും ചില സന്ദർഭങ്ങളിൽ വളരെ ശക്തമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് ഒരു അതിവിശാലമായ ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞതും അതിനെല്ലാം സാക്ഷിയാകാൻ കഴിഞ്ഞതും വലിയ ഒരനുഭവമാണ്. മാഷ് കൊല്ലത്തേക്ക് വരുന്ന ഏത് സന്ദർഭങ്ങളിലും പരിചയത്തിന് ശേഷം നീണ്ടകര പാലം കഴിയുമ്പോൾ ഒരു ഫോൺ വരും. മാഷിൻ്റെ സംസാരം ഇങ്ങനെയാണ്: അഴീക്കോടാ, നാസറല്ലേ, ഞാൻ നീണ്ടകര പാലം കടന്നു. പിന്നെ മാഷ് വരികയും പോവുകയും എല്ലാം ചെയ്യുമ്പോൾ ഞങ്ങളൊപ്പം ഉണ്ടാവും. അതൊരു വലിയ അനുഭവമാണ്. ഇതിനിടയ്ക്ക് ഇത്രയും തിക്ര വിക്രമശാലി വേദികളിലൊക്കെ തിക്ര വിക്രമശാലി പോരടിക്കുന്ന മാഷിനെ സംബന്ധിച്ചോളം ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ എത്രയോ സ്വാതന്ത്ര്യത്തോടെ തമാശകൾ പറയാനും സാഹിത്യ വിചാരങ്ങൾ പങ്കുവയ്ക്കാനും മാഷിൻ്റെ അഭിപ്രായം കേൾക്കാനും മാഷ് ഏറ്റവും വലിയ ഒരു ഫലിത ആസ്വാദകനാണ്. തമാശ ആര് പറഞ്ഞാലും മാഷ് അറിഞ്ഞ് ആസ്വദിച്ച്. മുരുകന് ഒരുപക്ഷെ ചിലപ്പം അറിവുള്ളതായിരിക്കും. കാരണം മുരുകനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് മാഷിനെക്കുറിച്ച്. സംഭാഷണങ്ങൾ, മാഷിൻ്റെ സംഭാഷണങ്ങൾ മനോഹരമായൊരു പുസ്തകമാണ്. അതിന് വിശേഷിച്ചും ആ പുസ്തകത്തിന് നമ്പൂതിരിയെ പോലുള്ളൊരു വലിയ ആർട്ടിസ്റ്റ് മാഷിൻ്റെ രേഖാചിത്രം കവർ ചിത്രമായി കൊടുത്തിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് പോലെ മാഷിൻ്റെ ഓരോ കൊച്ചു വാക്കുകളും വളരെ മുഴക്കമുള്ള കാര്യങ്ങളാണ്. അതിനിടയിലാണ് മാഷിൻ്റെ മറ്റാർക്കും ഇല്ലാത്ത ഒരു ഫലിതബോധമുണ്ട് മാഷിന്. മാഷ് ഫലിതം ആര് പറഞ്ഞാലും ആസ്വദിക്കും. അത് മാഷിൻ്റെ ഒരു നൈർമല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചുകുട്ടി എപ്പോഴും മാഷിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്ര സ്നേഹത്തോടുകൂടി വലിപ്പച്ചെറുപ്പമില്ലാതെ ഇടപഴകുന്ന ഒരു മഹാപണ്ഡിതൻ, അതെല്ലാം ഒരു കാലത്തിൻ്റെ പുണ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൻ സാറുമായിട്ടുള്ള ബന്ധവും ആ വേർപാട് വരെ മാഷിനൊപ്പം നിന്നതും, പിന്നെ മലയാള കഥാസാഹിത്യത്തിലെ ഒറ്റയാനായ ശ്രീ ടി പത്മനാഭൻ, കൊല്ലം അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മരംഗമാണ് യഥാർത്ഥത്തിൽ. കൊല്ലത്ത് ഏത് പരിപാടിക്ക് വിളിച്ചിരുന്നാലും വരാൻ വലിയ സന്തോഷമാണ്. ഒറ്റയാനായ ഈ മഹാകഥാകൃത്ത് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചിട്ടുള്ളത് എത്രയോ വിലപ്പെട്ട സമയങ്ങളാണ്. അതുപോലെ തന്നെ എപ്പോൾ വിളിച്ചാലും വരാനും എപ്പോൾ വിളിച്ചാലും വിശാലമായി സംസാരിക്കാനും സമയം കിട്ടുന്ന പപ്പേട്ടൻ്റെ സാമീപ്യവും ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും എഴുത്തുകാരുടെയും അതുപോലെ തന്നെ മഹാസഹൃദയരുടെയും എല്ലാം ഒരു കേന്ദ്രമാണ് കൊല്ലത്തിൻ്റെ ഒരു സാംസ്കാരിക തലത്തിൽ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ, ആ കൊച്ചു കൊച്ചു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മഹാരഥന്മാർ, അവരുടെ എല്ലാം സാമീപ്യ ഓർമ്മകളുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവങ്ങളായിട്ട് നോക്കുക. അത് ഞാൻ ചോദിച്ചതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. KP അപ്പൻ സാറ് എല്ലാ അർത്ഥത്തിലും ഒരു വ്യത്യസ്തമായ രീതികൾ പിന്തുടരുന്ന ഒരു മനുഷ്യരായിരുന്നു. അധ്യാപകൻ എന്നുള്ളതിന് ഞാൻ അപ്പൻ സാറിൻ്റെ ഗുണങ്ങൾ പറയേണ്ട ഒരു ഒട്ടനവധി ശിഷ്യന്മാർ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൻ സാറിൻ്റെ ക്ലാസ്സിലെ ആചരം എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ കുട്ടികളല്ല, പുറത്തുനിന്ന് ഒരുപാട് പേര് ഓരോ ക്ലാസ്സിലും സാറിനെ കേൾക്കാനായിട്ടെത്തും. അത് അവർക്കൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പൻ സാറിൻ്റെ ഒരു ക്ലാസ്സും അലസമായിട്ടല്ല പോകുന്നത്. അപ്പൻ സാറ് ഓരോ പുതിയ ഉന്മേഷം പകർന്നുകൊണ്ടാണ് ആ ക്ലാസ്സുകൾ അവസാനിക്കുന്നത്.
അതുപോലെ തന്നെ അപ്പൻ സാർ ഒരിക്കലും അക്കാഡമിക് രീതികളെ പിന്തുടരുന്ന ആളല്ല. പുതിയ പുസ്തകങ്ങൾ പുസ്തകം കൊണ്ടു നടക്കുന്ന സ്വഭാവം അപ്പൻ സാറിനില്ല. എന്നാൽ ഏത് പുതിയ പുസ്തകവും അത് വിദേശത്തുള്ളതായിരുന്നാലും സ്വദേശത്തുള്ളതായിരുന്നാലും അപ്പൻ സാർ വായിച്ചിരിക്കും. അപ്പൻ സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഓരോന്നും കൃത്യതയോടെ പേജ് കണക്കിന് ഓരോ സംഭവങ്ങളും ഓർക്കാനുള്ള ഒരു അപാരമായ കഴിവ് സാറിനുണ്ടായിരുന്നു. അതുകൊണ്ടൊരു റെഫറൻസ് മാത്രമാണ് സാർ നടത്തുന്നത്. ആ റെഫറൻസ് സാറിനെ സംബന്ധിച്ചോളം ഈ പഠിച്ചിരുന്ന കാലത്ത് വായിച്ച് മനസ്സിലുറച്ച കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് സാറ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. പിന്നെ അതിന് അനുരൂപമായ സവിശേഷമായ വ്യത്യസ്തമായ ഒരു എഴുത്ത് രീതി സാറിനുണ്ടായിരുന്നു. അതാരെയും ആകർഷിക്കുന്നതാണ്. അപ്പോൾ ഗഹനമായ കാര്യങ്ങൾ പറയുന്ന രീതിക്ക് കൊണ്ടൊരു പുതുമ, ആ ഗഹനതയും ഈ പുതുമയും ചേർന്നപ്പോൾ സാറ് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ വിമർശകനായതിൽ ഒരത്ഭുതവുമില്ല. പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് പുതുമകൾക്കും പുതിയ പരീക്ഷണങ്ങൾക്കും വേദിയായ ഒരു നഗരമാണ് കൊല്ലം. ആ കൊല്ലത്ത് മലയാള സാഹിത്യത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രസിദ്ധീകരണവും അതിനൊരു പത്രാധിപരുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, മലയാള നാട് വാരികയും അതിൻ്റെ പത്രാധിപർ എസ് കെ നായരും. പത്രാധിപർ എസ് കെ നായരാണെങ്കിലും ഇങ്ങനൊരു വാരി തുടങ്ങണമെന്നുള്ള ആഗ്രഹം ആദ്യമായി പങ്കുവയ്ക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പത്രാധിപർ ശ്രീ കാമ്പശ്ശേരി കരുണാകരനോടാണ്. അദ്ദേഹം ഒരു പത്രാധിപരെ എസ് കെക്ക് നൽകി. അത് മറ്റാരുമല്ല, ശ്രീ VBC നായർ, വി ബാലചന്ദ്രൻ നായർ എന്ന VBC നായർ. അദ്ദേഹം അന്ന് ജനൈകം വാരികയിൽ ചില ലേഖനങ്ങളും സചിത്ര ഫീച്ചറുകളുമൊക്കെ എഴുതി കാമ്പശ്ശേരിയുടെ ഇഷ്ടക്കാരനായി മാറിയിരുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് VBCയുടെ പേര് ശ്രീ കാമ്പശ്ശേരി എസ് കെക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് എസ് കെ നായർ മലയാള നാട്ടിൻ്റെയിലേക്ക് പടി ചവിട്ടുന്നത്. അവിടെ ശ്രീ കാക്കനാടൻ്റെ കൃതകസ്ഥമായ പ്രവർത്തനം ആ വാരികയുടെ എല്ലാ ലക്കങ്ങളെയും മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാരികയാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ മലയാള നാടും പത്രാധിപർ എസ് കെ നായരും സഹായി പത്രാധിപർ VBC നായരും മലയാള സാഹിത്യത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തവരായി മാറി. ആധുനിക സാഹിത്യം എന്ന മലയാളത്തെ ഉഴുതുമറിച്ച വിഭാഗത്തെ ഏറ്റവും കൂടുതൽ പുഷ്കലമാക്കിയത് മലയാള നാടാണ്. മലയാള നാടിൻ്റെ വേദികളിലൂടെയാണ് മലയാളത്തിലെ ഒരു പരീക്ഷണമായ ഏറ്റവും ജനപ്രിയ സാഹിത്യ വിമർശന പങ്ക്തി ആരംഭിക്കുന്നത്. ശ്രീ M കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലം കൃഷ്ണൻ നായർ സാർ ആരംഭിക്കുന്നത് മലയാള നാട്ടിലാണ്. മലയാള നാടിൻ്റെ ഒരു മുഖശ്രീയായിരുന്നു സാഹിത്യവാരഫലം. ഇന്നും നല്ല വായനക്കാരുടെ ഓർമ്മകളിൽ കൃഷ്ണൻ നായർ സാറും അദ്ദേഹത്തിൻ്റെ സാഹിത്യവാരഫലവും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ പുതുമയുള്ള സാഹിത്യ പങ്ക്തികളുമായിട്ടാണ് മലയാള നാട് നല്ല വായനക്കാരുടെ കൈകളിലെത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ മലയാള സംഗീത ഗാന സാഹിത്യത്തിന് ഒരിക്കലും മറക്കാനാകാത്ത വലിയ അമൂല്യ സംഭാവനകൾ നൽകിയ അനശ്വര സംഗീതജ്ഞൻ ശ്രീ ദേവരായൻ മാഷ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തട്ടകം കൊല്ലമായിരുന്നു. കൊല്ലത്ത് കലാമണ്ഡലം ശ്രീ ഗംഗാധരൻ്റെ ഇന്ത്യൻ ഡാൻസ് അക്കാദമിയും കാളിദാസ കലാകേന്ദ്രവും ഓമാധവനും ശ്രീ ദേവരായനും എല്ലാം തീർത്ത ഒരു വലിയ സംഗീത പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിലാണ് ഇന്നും മലയാള സാഹിത്യശാഖ നല്ല ഓർമ്മകളോടെ നിലനിൽക്കുന്നത്. ദേവരായൻ മാഷുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതും ആ അടുപ്പം മരിക്കും വരെ സൂക്ഷിക്കാൻ കഴിഞ്ഞതും ആ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞതും എൻ്റെ എളിയ ജീവിതത്തിലെ ഒരു മഹാ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സന്തത സഹചര്യമായിരുന്ന ശ്രീ മധു, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്. ദേവരായ മാഷ് കൊല്ലത്ത് വരുമ്പോഴെല്ലാം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് തങ്ങാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക മുറി തന്നെ അതിനാവശ്യമുണ്ട്. ഈ മുറി ബുക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് എനിക്ക് ആദ്യം മാഷ് തന്നത്. പിന്നീട് ആ ബന്ധം വളരെ ദൃഢതരമായി മാറി. മരിക്കും വരെ വളരെ വാത്സല്യത്തോടെ മാഷ് കണ്ടത്. ശ്രീ രവി മേനോനും
ശ്രീ പ്രസിദ്ധ ഗായകൻ ജയചന്ദ്രനും ശ്രീ RS ബാബുവും എല്ലാം കൂടെ ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ ഒത്തുകൂടിയ ഒരു നിമിഷം ഇന്നും അനർഘമായി എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി പെരുന്ന ലീലാമണിയും അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീ മധുവുമായിട്ടുള്ളൊക്കെ ബന്ധം വളരെ, മാഷ് കർക്കശക്കാരനാണെങ്കിലും വളരെ ലാളിത്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. വളരെ നിർമ്മലനാണ്. ധനേച്ഛ അശേഷം ആ മനസ്സിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. ശുദ്ധ സംഗീതത്തിൻ്റെയും ജനപ്രിയ സംഗീതത്തിൻ്റെയും വക്താവായി നിൽക്കുമ്പോൾ പോലും സംഗീതത്തിൽ വെള്ളം ചേർക്കുകയോ അതിൽ കാപഡ്യം കാണിക്കുകയോ ചെയ്യുന്ന രീതി മാഷിന് ഇല്ല എന്നാണ് ഒരു എളിയ സംഗീതാസ്വാദകൻ എന്നുള്ളതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തൂവള്ള വസ്ത്രം മാത്രം ധരിക്കുന്ന മാഷ് ആഭിചാരങ്ങളിലും അനാവശ്യമായ ആചാരോപചാരങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം സംഗീതത്തെ മാത്രം സ്നേഹിച്ചു. ആ സംഗീതത്തിൽ നിന്ന് ലഭിച്ചതെല്ലാം അമൂല്യങ്ങളാണ്. കൊല്ലത്തിന് മറക്കാൻ കഴിയാത്ത ഒരു നിശബ്ദമായ കലാപ്രേമി ഉണ്ടായിരുന്നു. അത് നേരത്തെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ കാര്യം പറഞ്ഞുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കശുവണ്ടി വ്യവസായത്തിൽ നേരായ ബിസിനസ് നടത്തിയിരുന്ന ഒരു മുതലാളി എന്ന് പറയാമെങ്കിലും അദ്ദേഹം കൂടുതൽ ലാളിച്ചിരുന്നത് കലയും സിനിമയുമാണ്. നല്ല സിനിമകൾക്ക് മാത്രം മുതൽ മുടക്കുകയും ആ നല്ല സിനിമകൾ സൃഷ്ടിച്ചു എന്നുള്ള നിശബ്ദമായ ഒരു ചാരിതാർത്ഥ്യത്തോടെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ശ്രീ കെ രവീന്ദ്രനാഥ് നായർ. കൊല്ലം പബ്ലിക് ലൈബ്രറി അക്ഷരസ്നേഹികളുടെ എല്ലാം അരങ്ങാണ്. ആ പബ്ലിക് ലൈബ്രറിയുടെ സൃഷ്ടാവ് യഥാർത്ഥത്തിൽ ശ്രീ കെ രവീന്ദ്രനാഥ് നായരാണ്. ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരുടെ മുഖങ്ങൾ മാത്രമേ നമുക്ക് കൊല്ലത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇക്കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രഭാതരശ്മി എന്ന മാസികയുടെ, സാംസ്കാരിക മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഞാൻ. ഈ ചുമതലയിലേക്ക് ഞാൻ വന്നത് യാദൃച്ഛികമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇത് TKN ട്രസ്റ്റിൻ്റെ അധീനതയിലുള്ള ഒരു സാംസ്കാരിക മാസികയാണ്. കാരണം TKMൻ്റെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ ആരംഭിച്ച പ്രഭാതം പത്രത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രൻ ഡോക്ടർ TK ഷഗാൽ ഹസൻ മുസ്ലിയാർ പത്രാധിപരായിട്ട്, അദ്ദേഹത്തിൻ്റെ അനുജൻ ശ്രീ ജലാലുദ്ദീൻ മുസ്ലിയാർ അസോസിയേറ്റ് എഡിറ്ററായിട്ടും ആരംഭിച്ച ഒരു മാസികയാണ്. ഈ മാസിക പൂർണ്ണമായും ഒരു സാംസ്കാരിക മാസികയാണ്. വളരെ കെട്ടിലും മട്ടിലും എല്ലാം ആകർഷകമായി ഉള്ളൊരു സാംസ്കാരിക മാസികയാണ്. ഈ മാസികയ്ക്ക് ഒരു എഡിറ്ററെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഒരു പേര് വെച്ചത് പരേതനായ ശ്രീ ചാത്തന്നൂർ മോഹൻ്റെയാണ്. അങ്ങനെ ചാത്തന്നൂർ മോഹനും ഞാനും കൂടിയാണ് ഈ ജലാലുദ്ദീൻ ശ്രീ TK ഷഗാൽ ഹസൻ മുസ്ലിയും ജലാലുദ്ദീൻ മുസ്ലിയും പത്രാധിപത്യത്തിലുള്ള ഈ മാസിക ആരംഭിക്കുന്നത്. ആരംഭിച്ചപ്പോൾ തന്നെ ഈ മാസികയെക്കുറിച്ചൊരു പ്രത്യേക ലക്ഷ്യവും കാഴ്ചപ്പാടും ഇതിൻ്റെ പത്രാധിപ സമിതിക്കുണ്ടായിരുന്നു. അത് ഇന്നും പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 10 വർഷത്തെ പത്രപ്രവർത്തന അനുഭവത്തിലുള്ളത്. പത്രത്തിൻ്റെ ഉടമകളെന്നുള്ള നിലയിൽ അവരാരും തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി ഇന്നാളിതുവരെയും നിന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് വളരെ ഗഹനമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. പക്ഷേ ഈ പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം ഇല്ലാത്തൊരു പുതുമയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്, എന്നും ഓർമ്മകളെ ഇഷ്ടപ്പെടുന്നവരാണ് വായനക്കാരിലേറെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ നല്ല ഓർമ്മകളുടെ ഒരു നിധിയറയാണ് നമ്മുടെ സാംസ്കാരിക രംഗം, നമ്മുടെ സാഹിത്യരംഗം. എഴുത്തുകാരുടെ പ്രത്യേകതകൾ, അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത, ഇങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തമായ ഒരെഴുത്തുകാരനെ പോലും ഒരു ഗുണമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചില സ്വഭാവങ്ങളും സ്വഭാവവിശേഷങ്ങളും ഉള്ളവരാണ് മിക്ക എഴുത്തുകാരും. അവരുടെ എല്ലാം ഓർമ്മകളെ വീണ്ടും പുതിയ തലമുറയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള എളിയ ശ്രമം പ്രഭാതരശ്മി നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുഖ്യ ആകർഷണം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാലമാണ്
പിതൃപാദങ്ങളിൽ പ്രശസ്തരായ അച്ഛന്മാരെക്കുറിച്ചും പ്രശസ്തരമായ പിതാക്കന്മാരെക്കുറിച്ചും അവരുടെ മക്കൾ അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ വിചാര രീതികളിലും അവരുടെ രചനാശൈലിയിലും എഴുതുന്ന അനുസ്മരണ കുറിപ്പ് എത്രയധികം ആകർഷകവും എത്രയധികം വായനക്കാരും ആ പങ്ക്തിക്ക് ഉണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഓർമ്മകളെ എന്നും അയവറക്കാനും ആ ഓർമ്മകളിൽ ആനന്ദം കൊള്ളാനും അതിൽ നിന്ന് നല്ല അംശങ്ങൾ ആഗിരണം ചെയ്യാനും യഥാർത്ഥത്തിൽ ഇന്നും നല്ല വായനക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വായന മരിക്കുന്നില്ല. പിന്നെ ഇതൊരു പ്രോഫിറ്റ് മോട്ടീവായിട്ടൊരു ലാഭേച്ഛയോടുകൂടി നടത്തുന്ന ഒരു പ്രസിദ്ധീകരണമല്ല. അതുകൊണ്ട് വിറ്റ് വരുമാനം വരണം എന്ന് ഉള്ള വലിയ മോഹങ്ങളുമില്ല. എന്നാൽ സാമാന്യന് അത് വിൽക്കപ്പെടുന്നുണ്ട്, അതിന് വരിക്കാരുണ്ട്. അത് ശ്രദ്ധേയമായ വിധത്തിൽ ഒരു മുടക്കം കൂടാതെ ഇന്ന് വരെ നടന്നു വരുന്നുണ്ട്. നല്ല സാധനം, നല്ല ഉൾക്കാമ്പുള്ള സാധനം ഉചിതമായ വിധം കൊടുത്താൽ അതിനെന്നും വായനക്കാരുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കൊച്ചു മാസിക. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് വളരെ ആവേശകരമായൊരു കഥയാണ്. ഇന്ന് 25,000 രൂപ കിട്ടിയെങ്കിൽ എൻ്റെ ഒരു കഥ കൊടുക്കൂ എന്ന് പറയുന്ന മലയാളത്തിലെ കഥാകൃത്ത് ടി പത്മനാഭൻ ഞങ്ങൾക്ക് എല്ലാ ഓണത്തിനും ഒരു കഥ സൗജന്യമായിട്ടാണ് തരുന്നത്. സൗജന്യമായിട്ട് ഇന്നേ വരെ അദ്ദേഹം ആ കഥയ്ക്ക് പ്രതിഫലം ഞങ്ങളെ ഇന്ന് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു വലിയ എഴുത്തുകാരൻ ചോദിച്ച്, വലിയ എഴുത്തുകാരനെ അങ്ങ് എന്തിനാണ് ഈ കൊച്ചു മാസികയിൽ എഴുതുന്നത് എന്ന്. ചെറുതും വലിപ്പമുള്ളതാണെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ CR ഓമനക്കുട്ടൻ സാർ, പരിചിതനായ CR ഓമനക്കുട്ടൻ സാർ ഒരു കോളം ഇതിൽ ചെയ്തിരുന്നു. അത് NBS പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. എത്രമാത്രം വായനക്കാരതിനുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തി. എത്ര രസകരമായിട്ടാണ് വലിയ വലിയ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും എല്ലാം വലിയ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ചെറിയ ലേഖനങ്ങളാക്കി അദ്ദേഹം എഴുതിയിരുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വപ്രസിദ്ധ ചിത്രകാരനായ പാരീസ് സുജാൻ്റെ ഒരു കോളം ഏതാണ്ട് 4.5 വർഷത്തോളം പ്രഭാതരശ്മിയിൽ മുടങ്ങാതെ പാരീസിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതെല്ലാം ഒരു പുതുമയുള്ള അനുഭവമാണ്. പുതുമയുള്ള രീതിയിൽ, പുതുമ മാത്രമല്ല, പുതുമയ്ക്കകത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം അതിൽ വരേണ്ടത് എന്ന് ഒരു കാഴ്ചപ്പാടാണ്. പ്രസിദ്ധ പത്രപ്രവർത്തകൻ ശ്രീ രായംബാബു ഒക്കെ ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കാഴ്ച. അതൊരു വരച്ച് തെളിഞ്ഞു വന്നൊരു ചിത്രമാണ്. ആ ചിത്രത്തോടൊപ്പം പ്രഭാരശ്മി സഞ്ചരിക്കുന്നു. അതൊരു നല്ല സാംസ്കാരിക മാസികയായിട്ട് അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഒരു പാരമ്പര്യത്തിൻ്റെ തിളക്കമുള്ളൊരു കണ്ണിയാണ് TKN ട്രസ്റ്റും അതിൻ്റെ സാരഥിയായ ശ്രീ ഷകാലഹസനും. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്തോളം അതിസമ്പന്നതയുടെ മടിത്തട്ടിലാണ് അദ്ദേഹം പിറന്നതും വളർന്നതും ജീവിക്കുന്നതും. പക്ഷെ ഒരിക്കൽ പോലും വളരെ ലാളിത്യപൂർണവും സ്നേഹപൂർണവും ആദരസമന്വിതമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിന് ആർക്കും അനുഭവപ്പെടാറുള്ളത്. ഈ നഗരത്തിൽ ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് ആ പേര് പറയുമ്പോൾ മാത്രമാണ് ആളുകൾ അറിയുന്നത്. പിന്നെ യാഥാസ്ഥികമായി യാതൊരു മനോഭാവവും കോളേജ് നടത്തിപ്പിലുമില്ല, പെരുമാറ്റത്തിലുമില്ല, ഈ മാസികയുടെ കാര്യത്തിലുമില്ല. ഒരു ഉദാഹരണത്തിന് ശബരിമല ധർമ്മശാസ്താവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ തോട്ടൻ രാജശേഖരൻ എഴുതിയ ഒരു ലേഖനം ഞങ്ങളത് കൊടുക്കണോ? ഒരുപാട് പ്രക്ഷുബ്ധമായ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ലേഖനമാണ്. എനിക്ക് അക്കാര്യത്തിൽ ഉറപ്പായിരുന്നു ആ ലേഖനം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന്. പക്ഷേ ഞങ്ങളുടെ എഡിറ്ററോട് കാണിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ, നമുക്ക് പ്രസിദ്ധീകരിക്കാം. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം എടുത്തുള്ളൂ. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ വില കുറഞ്ഞ അഭിപ്രായങ്ങളും സംഗതികളും ലേഖനങ്ങളായി ചിത്രീകരിച്ച് ഒരു പ്രചരണ അംശം ഉണ്ടാക്കുകയും വില കുറഞ്ഞ തരത്തിലുള്ള പത്രപ്രവർത്തന രംഗത്തേക്ക് പോകരുതെന്ന് നിർബന്ധമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്. പെരുമാറ്റത്തിലും ജീവിത രീതിയിലും പൊതുസമൂഹത്തിലിടുന്നതിനൊരു ബഹുസ്വരതയും അതോടെ തന്നെ ഒരു മതസാഹോദര്യവും ജീവരക്തത്തിൽ അരിഞ്ഞേർന്നിട്ടുള്ള ഒരു തലമുറയുടെ പ്രതിനിധികളാണ് TKN ട്രസ്റ്റിലെ അംഗങ്ങളെന്ന് പറയുന്നതിൽ എനിക്ക്
വളരെ അഭിജാത്യമുണ്ട്. ഈ മാസിക നടത്തിയ 10 വർഷത്തിലെ ഒരു ഇടപെടാൻ കഴിഞ്ഞതിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരനുഭവം അതാണ്. അതിനങ്ങനൊരു വിവേചനമോ അങ്ങനൊരു വേർതിരിവോ അങ്ങനൊരു അതിർവരമ്പോ ഒരു കാര്യത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിപ്പ് കാര്യത്തിലും ഒന്നും അവർ പുലർത്താറില്ല. എന്നാൽ അവരെല്ലാം തികഞ്ഞ മതവിശ്വാസികളും അതിൻ്റെ ആചാരങ്ങൾ പുലർത്തുന്നവരുമാണ്. ഈ ഒരു ബഹുസ്വരതയാണ് സമൂഹം, അതിനൊരു മാതൃകയാണത്. കാരണം ഈ നഗരത്തിൽ എവിടെയെങ്കിലും ഒരു വിവാദത്തിലോ എന്നിലോ അവരുടെ ആരുടെയെങ്കിലും പേര് പ്രതിഷ്ഠപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം അങ്ങനൊരു എന്താണ് അതിന് പറയുന്നത്, നമ്മുടെ ഒരു പൗരബോധത്തിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. ഈ ഒരു പൗരബോധമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. കാരണം എൻ്റെ വിശ്വാസം മറ്റൊരുത്തന് ദോഷകരമായി വരരുത്, ഒരവിശ്വാസിയെ പോലും നമ്മൾ അകറ്റി നിർത്തരുത് എന്നുള്ളൊരു വിചാരം നമുക്ക് വേണം. ബഹുസ്വരതയാണ് അതിൽ പ്രധാനം. പത്രബോധത്തിൻ്റെയും കാമ്പും കാന്തിയും എന്ന് പറയുന്നതും ഈ ബഹുസ്വരതയെ മാനിക്കുക എന്നുള്ളതാണ്. ഇന്നത് ലോപിച്ചു പോകുന്നുള്ളത് വേറൊരു കാര്യം. അത് എന്ത് കാര്യത്തിന്? ഒന്നാമതെന്ന് പറഞ്ഞാൽ ലാഭേച്ഛയാണ്. ലാഭേച്ഛ ഇല്ലാത്തൊരു പ്രവർത്തനമായിട്ടാണ് ഇവർ പത്രപ്രവർത്തനത്തെ കാണുന്നത്. ഞാൻ അഞ്ചാലുമൂട് സ്കൂളിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കും എന്നേക്കാൾ 4 മുതിർന്ന ക്ലാസ് SFI, അന്ന് SFIയുടെ ആദ്യ രൂപമായ KSF, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിൻ്റെ പ്രവർത്തകനായിട്ടാണ് ശ്രീ ബേബി പ്രാക്കുളം NS ഹൈസ്കൂളിൽ നിന്ന് അഞ്ചാലുമൂട് വരുന്നത്. അന്ന് പരിചയപ്പെടാനിടയായ പരിചയമാണ് പിൽക്കാലത്തൊരു കുടുംബ സൗഹൃദമായിട്ടും വളരെ നല്ലൊരു ബന്ധമായിട്ടും ഇന്നും തുടരുന്നത്. അതിൽ രാഷ്ട്രീയമോ സംഗതികളോ ഒന്നുമില്ല. ഞാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അടിയുറച്ച ഒരാൾ, എനിക്കാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം അത്തരത്തിലുള്ളൊരു വലിയ വൈകാരിക ബന്ധം നമ്മളോട് അന്നും ഇന്നും സൂക്ഷിക്കുന്നു. ആ ബന്ധത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു ബന്ധം നിലനിന്നു പോകുന്നുള്ളേ ഉള്ളൂ. അതേ സമയത്തോളം പറഞ്ഞാൽ അപാരമായ വായനയുള്ള, അത് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ വായനയുടെ ലോകത്ത്, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗ്രന്ഥശാലയും ഇതിൻ്റെയും സ്ഥാപക പ്രസിഡൻറ്റ്, പ്രാക്കുളം ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അമച്ചർ നാടകങ്ങളിലെല്ലാം അന്ന് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ മേടിക്കുന്ന പ്രാക്കുളം ഫ്രണ്ട്സാണ്. അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു. ആ ഗ്രന്ഥശാലയായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ വായനയിലേക്ക് ആവശ്യം. പിന്നെ ഏത് വായനശാലയിൽ നിന്നും പുസ്തകം എടുക്കുക, നല്ല പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുക എന്നുള്ളൊരു, ഇന്നും പുസ്തകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിന് യാതൊരു മാറ്റവുമില്ല. ഏത് തിരക്ക് പിടിച്ച ഇതിനിടയിലും കളി കാണാനും സിനിമ കാണാനും സംഗീതം കേൾക്കാനും. ഉദാഹരണം എന്ന് പറഞ്ഞാൽ KSFൻ്റെ ആദ്യ സമ്മേളനം കാഞ്ഞാവളിയിൽ നടക്കുമ്പോൾ അന്നൊരു നാടൻ പ്രശസ്തനായ സംഗീതജ്ഞനെ കൊണ്ടുവന്ന് കച്ചേരി നടത്തിക്കുന്നതിന് ശ്രീ ബേബി തയ്യാറായി. അപ്പോൾ അതൊന്നും പുതുതായിട്ട് അദ്ദേഹം സ്വീകരിച്ചതെന്നല്ല, കുട്ടിക്കാലം മുതലേ അദ്ദേഹം അനുവർത്തിക്കുന്ന ചില ശീലങ്ങളുടെയും സ്വഭാവവിശേഷങ്ങളുടെയും ഏറ്റവും വിസ്തൃതമായ ഒരു തലത്തിലുള്ള പ്രവർത്തനം എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റൂ. ബേബിയെ സംബന്ധിച്ചോളം എൻ്റെ അനുഭവത്തിൽ നിസ്സാരമായൊരു കാര്യത്തിന് അദ്ദേഹം കള്ളം പറയത്തില്ല. നിസ്സാരമായൊരു കള്ളം പോലും പറയാത്തൊരു വ്യക്തി സവിശേഷത അദ്ദേഹത്തിനുണ്ട്. ഒരാൾക്കൊരു സഹായം ചെയ്താൽ ആ സഹായം മറ്റൊരാൾ അറിയരുതെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതൊരിക്കലും പറയത്തില്ല, ഞാൻ അയാൾക്കൊരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാറില്ല. നേരെ പോ എന്നുള്ളൊരു പ്രകൃതമാണ്. അത് ചിലപ്പോൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിൽ വണക്കങ്ങളും തൊഴുതക്കങ്ങളും പിന്നെ തലവും പിടിയിലും ഒക്കെ കാണുമ്പോൾ ഈ മനുഷ്യർ സ്വല്പം നട്ടൽ നിവർത്തി, പണ്ട് ആർശങ്കനെക്കുറിപ്പ് ചൊല്ലിയേ, എൻ്റെ നട്ടൽ എപ്പോഴും നിവർന്ന് തന്നെ നിൽക്കും എന്ന് ശങ്കർ ഇപ്പോൾ ആത്മധൈര്യത്തോട് പറഞ്ഞത്. അതുപോലെ തന്നെ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രങ്ങൾ വിട്ടുപോയി, ദിനമണി, ആർ ശങ്കറിൻ്റെ ദിനമണി. അതിലാണ് മലയാള പത്രപ്രവർത്തനരംഗത്ത് ഒരു ദുരന്തമായും ഒരു യശസ്സായും നിലനിൽക്കുന്ന മണിസ്വാമി പ്രവർത്തിച്ചിരുന്നത്. ദിനമണിയുടെ അന്ന് മലയാളത്തിൽ ആദ്യമായിട്ട് ഈ വിജ്ഞാന ഗ്രന്ഥങ്ങൾ ഇറക്കുന്നത് ദിനമണിയായിരുന്നു.
ഇയർ ബുക്കുകൾ. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇയർ ബുക്ക് ഇറക്കിയിട്ടുള്ളത് ദിനമണി ഇയർ ബുക്കാണ്. അതിൽ ശ്രീ ആർ ശങ്കർ സ്വമേധയാ തന്നെ ഒരു സാഹിത്യാസ്വാദകനാണ്. കാരണം കൊല്ലം ശ്രീനാരായണ കോളേജിലെ മലയാളം വിഭാഗം ഉദ്ഘാടനം ചെയ്ത് തന്നെ ഒരു വലിയ എഴുത്തച്ഛൻ്റെ ഒരു വലിയ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ശങ്കർ നിർവഹിച്ചത്. എം പി ബാലകൃഷ്ണൻ നായരെ പോലെയൊക്കെയുള്ള പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ. അതുപോലെ തന്നെ അഴീക്കോട് സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അഴീക്കോട് സാറിൻ്റെ ആർ ശങ്കറുടെ അവസാനത്തെ യോഗം കൊല്ലത്തായിരുന്നു. ആശാൻ ജന്മശതാബ്ദി ഉദ്ഘാടനം. ആശാൻ കഥയെക്കുറിച്ച് ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷണം വളരെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യക്ഷനായ ആർ ശങ്കറിൻ്റെ ചിത്രമാണ് അന്ന് പത്രങ്ങളെല്ലാം അടിച്ചു വന്നത്. ഇതൊക്കെ ഒരു വലിയ അനുഭവങ്ങൾ പറഞ്ഞൊരു നാടാണ് കൊല്ലം. അതുപോലെ തന്നെ 4 കാക്കനാടന്മാർ വിരാജിച്ചിരുന്ന ഒരു നഗരമാണ് കൊല്ലം. കാക്കനാടൻ, ഇഗ്നേഷ്യസ് കാക്കനാടൻ, തമ്പിയക്കാടൻ, രാജൻ കാക്കനാടൻ. ഒന്നിനൊന്നിന് പേരും പെരുമയുള്ള പ്രതിഭാശാലികൾ. അതുപോലെ തന്നെ വിശുദ്ധനായ പാരീശ്യാനെ പോലെ തന്നെ വിശുദ്ധനായ കലാകാരനാണ് ജയവാല പണിക്കർ. ഇതും തൃക്കടവൂരിൽ തന്നെ. ഞങ്ങളുടെ വീട്ടിന് താഴെയാണ്, തൊട്ടടുത്താണ്. എന്ന് ഞങ്ങളുടെ വീട്ടിന് മുമ്പിൽ നടന്നു വന്ന പണിക്കരേട്ടൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ ഒരു വലിയ അനുഭവങ്ങളാണ്. കുടുംബത്തിൽ നിന്ന് പറഞ്ഞാൽ ഇടത്തരം കുടുംബം, വളരെ ധനാഢ്യമായ കുടുംബമായിരുന്നു. പക്ഷേ ചോദിച്ചു പോയത് ഇളയ മകനായിരുന്നു എൻ്റെ വാപ്പ. അദ്ദേഹം പ്രത്യേകിച്ച് എന്താണ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ആ പ്രദേശത്തെ 5 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അവസാനം വരെ ഇടതുപക്ഷ ഇതായിരുന്നു. കെ സുലൈമാൻ എന്നാണ് പേര്. എൻ്റെ ഉമ്മയുടെ പേര് നബീസ. അവരുടെ വീട് മയ്യനാടാണ്. മയ്യനാടിൻ്റെ ഒരു പാരമ്പര്യ തികവിൻ്റെ ഒരു അംശം എനിക്കും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ 9 പേരാണ്. 9 ആണുങ്ങൾ മൂത്തത് ഞാനാണ്. എൻ്റെ സഹോദരി ആണ് എനിക്ക് മൂത്തത്. എല്ലാവരും ഓരോ തരത്തിലുള്ള സർക്കാർ ജോലികളും സംഗതികളും എല്ലാം ഉണ്ട്. എല്ലാവരും ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. എൻ്റെ ഭാര്യയുടെ പേര് ഹസീന ബീവി. വർക്കലയാണ് വീട്. ഒരു ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. HM ആയിട്ട് റിട്ടയർ ചെയ്ത്. 2 മക്കൾ, ജോലിയൊക്കെ ഉണ്ട്. മക്കളുടെ പേര്, എൻ്റെ മോടെ പേര് സമിത, മരുമകൻ്റെ പേര് ഷെബിൻ. അവർ മദ്രാസിൽ IT രംഗത്താണ്. മകൻ സാരിഫ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനാണ്. മരുമകൾ പിന്നെ അമിത ENT ഡോക്ടറുടെ NS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. താമസിക്കുന്ന നീരാവിൽ തന്നെ, ഗ്രാമത്തിൽ തന്നെ. ഗ്രാമമല്ല, ഗ്രാമത്തിലൊക്കെ പട്ടണമായി പോയി.